പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നത്, ആരൊക്കെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള നമ്മുടെ പ്രഡിക്ഷൻസ് ആണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നലെ ഒരു ക്യാഷ് കോൺടെസ്റ്റ് ആരംഭിക്കുന്നതിൻ്റെ ഒരു സൂചന ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പങ്കുവെക്കാം. അപ്പോൾ ഈ ക്യാഷ് കോൺടെസ്റ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അതിൻ്റെ റൂൾസ് അറിയാൻ വേണ്ടി നമ്മുടെ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്താൽ ഈ കോൺടെസ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. 30 സെക്കൻഡ് തൊട്ട് 1.5 മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾ തയ്യാറാക്കുക. അത് നമ്മുടെ ഇഷ്ടതാരമായ ജോൺസിനയ്ക്ക് ഒരു വിഷ് കൊടുക്കുന്ന രീതിയിൽ ജോൺസിനയുടേതുപോലെ ക്യാപ്പൊക്കെ ധരിച്ച് നിങ്ങളെങ്ങനെ ജോൺസിനയുടെ ഒരു ആരാധകനായി, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ജോൺസിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന വീഡിയോസൊക്കെ കൂടി നമ്മൾ ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് നമ്മളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഓരോ വീഡിയോയ്ക്കും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന നമ്പർ, അതായത് ഇപ്പോൾ നമ്മളെ പോലെയുള്ള സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു വീഡിയോ ഏതാണോ അതിൻ്റെ നമ്പർ അവർ കമൻറ്റ് ബോക്സിൽ കൊടുക്കും. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന നമ്പർ അതേ വിജയിയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ആ വിജയിക്ക് 1000 റുപ്പീസ് നമ്മൾ ക്യാഷ് റിവാർഡും കൊടുക്കും. അത് ജോൺസണയുടെ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിന് അതേ ഒരു ദിവസം നടത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൂൾസും മറ്റ് ഡീറ്റെയിൽസും അറിയാൻ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 ലൈവ് കാണാനുള്ള ലിങ്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിൽ വിജയിക്കാനുള്ള ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുകയോ, അത് എന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നാലാണല്ലോ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് അവരോടൊക്കെ കമൻറ്റ് ചെയ്യാൻ പറയുക. അങ്ങനെ കൂടുതൽ കമൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് തൊട്ട് 1.5 മിനിറ്റ് വരെയുള്ള വീഡിയോ ആണ്. അതിൽ മുഖം വ്യക്തമാകണം എന്നുള്ളത് മാത്രമാണ് വലിയൊരു റൂളായിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മറ്റു റൂൾസ്, അതായത് ഇതിൽ WWE തീം സോങ്സ് അങ്ങനെയുള്ള സോങ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് ജോൺസനെക്കുറിച്ച് സംസാരിക്കാം, ജോൺസനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കാം, നിങ്ങൾ എങ്ങനെ ജോൺസനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫിനി വെക്കേർ ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ലയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിലാണ് ഈ ഒരു മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നത്. നിക്കി ബെല്ല വേഴ്സസ് സ്റ്റെഫിനി വെക്കേർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യം വ്യക്തമാണ്. സ്റ്റെഫിനി വെക്കേർ തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നിക്കി ബെല്ല എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറിനെ ഒരു ഹീലാക്കി സ്റ്റെഫിനി വെക്കേറിനെതിരെ മത്സരം കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെഫിനി വെക്കേറിന് നല്ല ഒരു കാലിബറുള്ള ഒരു വേൾഡ് ചാമ്പ്യൻ മെറ്റീരിയൽ ആണെന്ന് കാണിക്കാനുള്ള മത്സരം കൊടുക്കുക എന്നുള്ളതാണ്. നിക്കി ബെല്ലക്ക് കോടിക്കണക്കിന് ആരാധകരുടെ ഒരു പിന്തുണയുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു മത്സരം കാണാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റെഫിനി വെക്കേറിന് ആരാധക പിന്തുണ കൂട്ടുക, ഒരു ചാമ്പ്യൻ എന്ന നിലയിൽ താരം മികച്ചൊരു റെസ്ലറാണെന്ന് കാഴ്ചവെക്കാനുള്ള ഒരു സ്പോട്ട് കൊടുക്കുക എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും ഈ മത്സരം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ സ്റ്റെഫിനി വെക്കേർ ടൈറ്റിൽ റിട്ടേൺ ചെയ്ത് വിജയിക്കുമെന്നാണ്. നിങ്ങൾ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് വുമൻസ് വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ്. സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് എന്തായാലും വുമൻസ് വാർ ഗെയിംസ് മത്സരത്തിലൂടെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു കിടിലൻ മത്സരത്തോടു കൂടി സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇത്തവണ ആരംഭിക്കും. അപ്പോൾ ഇതിൽ 2 ടീമുകളിൽ 5 റെസ്ലേഴ്സിനെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ടീം റിയ റിപ്ലിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായി റിയ റിപ്ലി, ഇയോ സ്കൈ, അലക്സിയ ബ്ലിസ്, ഷാർലറ്റ് ഫ്ലെയർ, അതുപോലെ തന്നെ അവസാനത്തെ റെസ്ലറായി വന്നിട്ടുള്ളത് AJ ലീ ആണ്. മറുപുറത്ത് ടീം ആസ്കയിലേക്ക് ആസ്ക, ഖൈറി സെയിൻ, ലാഷ് ലെജൻഡ്, നയ ജാക്സ്, 5ാമത്തെ മെമ്പറായിട്ട് ഇപ്പോൾ വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആയിരുന്ന ബെക്കി ലഞ്ച് തുടങ്ങിയവരെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ പവർ അനുസരിച്ച് മെൻസ് വാർ ഗെയിംസ് പോലെ വലിയ പ്രാധാന്യമുള്ള ഒരു മത്സരം തന്നെയാണ് വുമൻസിൻ്റെ വാർ ഗെയിംസ് എന്ന് പറയുന്നത്. വുമൻസ് ടീമിന് നല്ല സ്റ്റാർ പവർ കൊടുത്തിട്ടുണ്ട്. 2 ടീമിനെയും ഈക്വൽ ആക്കിയിട്ട് തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പതിവ് പോലെ ഈ ഒരു വാർ ഗെയിംസിലെ ഒരു
MVP മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു പ്ലെയർ ഈ വുമൻസ് വാർ ഗെയിംസിൽ ഇയോ സ്കൈ തന്നെയായിരിക്കും. ഇയോ സ്കൈയുടെ അക്രോബാറ്റിക് ആയിട്ടുള്ള പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ടുള്ള മൂവ്സ് നമുക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം. കൂടാതെ ലാഷ് ലെജൻഡ് എന്ന് പറയുന്ന പുതുമുഖ താരത്തിൻ്റെ പ്രകടനം എല്ലാവരും ഉറ്റുനോക്കും. ലാഷ് ലെജൻഡിനും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചാൽ അത് താരത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള കരിയറിന് മുതൽക്കൂട്ടാകും. എൻ്റെ പ്രഡിക്ഷൻ റിയ റിപ്ലിയുടെ ടീം വിജയിക്കുമെന്നാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഒരു മുൻതൂക്കം ഈ സ്റ്റോറിയിൽ കൊണ്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ ഒരു അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതും ഒരു ആനുകൂല്യം കിട്ടിയിട്ടുള്ളതും ആസ്കയുടെ നേതൃത്വത്തിലുള്ള ടീമിനാണ്. അതായത് ആസ്ക, കൈറി സെൻ തുടങ്ങിയവർക്ക് പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരാകാൻ സാധിച്ചു. ബെക്കി ലഞ്ചിനെ അവസാനത്തെ ഒരു മെമ്പറാക്കിയിട്ട് അവർ ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു ആനുകൂല്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റിയ റിപ്ലിയുടെ ടീം വുമൻസ് വാർ ഗെയിംസിൽ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ നവംബർ 30 ഞായറാഴ്ച രാവിലെ 5:30 മുതൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് സർവൈവർ സീരീസ് വാർ ഗെയിംസ് ഇന്ത്യയിൽ ലൈവ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, നെറ്റ്ഫ്ലിക്സ് അല്ലാതെ ലൈവ് കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കുള്ള ലിങ്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറുമായ പുതിയ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനും കൂടിയായ ജോൺ സിന മുൻ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു റീമാച്ച് മത്സരത്തെ സംബന്ധിച്ചാണ്. ജോൺ സിന വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജോൺ സിന പിന്നീട് മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചാണ്. അത് ഡിസംബർ 14 സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലാണ്. ഇനി അതിനു മുൻപ് ജോൺ സിനയുടെ കരിയറിലെ അവസാന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിൽ ഈ ഞായറാഴ്ച അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജോൺ സിന റിട്ടയർമെൻറ്റ് മാച്ചിലേക്ക് പോകുമ്പോൾ ജോൺ സിനയ്ക്ക് ഒരു മൊമെൻറ്റം സൃഷ്ടിക്കാൻ സാധിക്കില്ല. കാരണം ഇതിനിടയിലുള്ള വീക്ക്ലി എപ്പിസോഡ്സിലൊന്നും ജോൺ സിന വരുന്നില്ല. അവസാനത്തെ മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ട് വരുന്ന ജോൺ സിന, അപ്പോൾ ആ ഒരു പ്രതീക്ഷ ആരാധകർക്കുണ്ടാവില്ല. മറിച്ച് ജോൺ സിന ടൈറ്റിൽ റീട്ടേൺ ചെയ്ത് അദ്ദേഹം ഈ ഒരു ടൈറ്റിലും കൂടി അവസാനത്തെ എതിരാളിക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആ മൊമെൻറ്റം സ്പ്ലിറ്റായി രണ്ട് പേരിലേക്കും എത്തും. ജോൺസിനെ വിജയിച്ചുകൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്യുമോ, ജോൺസിന അങ്ങനെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആരാധകർക്കിടയിൽ നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ജോൺസിന ടൈറ്റിൽ റിട്ടേൺ ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുമാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ഹോം ടൗണിൽ വെച്ചിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഡൊമിനിക് മിസ്റ്റീരിയോ ചോദിച്ചു വാങ്ങിയതാണ്. 32,000-ത്തിലധികം ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഡൊമിനിക്കിന് സ്വന്തം കാണികൾക്ക് മുന്നിൽ വെച്ച് ജോൺസിനെ എന്ന് പറയുന്ന ഈ സൂപ്പർ താരത്തെ പരാജയപ്പെടുത്തി പുതിയ ചാമ്പ്യൻ ആകാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ പോകുന്ന മെൻസ് വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിപരീതമായിട്ടാണ് ഈ വർഷത്തെ വാർ ഗെയിംസ് മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ വാർ ഗെയിംസിലെ മെൻസിൻ്റെ രണ്ട് ടീമും, അതിപ്പോൾ നായകന്മാരെന്ന് വിളിക്കുന്ന ടീമായാലും വില്ലന്മാരെന്ന് വിളിക്കുന്ന ടീമായാലും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റാർ പവറുണ്ട്. സാധാരണ അങ്ങനെ വരാറില്ല. റോമൻ റെയിൻസ് ഒക്കെ ഒരു ടീമിലേക്ക് വന്നാൽ ആ ടീം വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മുൻപേ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്രയും ഈക്വൽ ആയിട്ടുള്ള വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള നല്ല പുഷ് കിട്ടി നിൽക്കുന്ന റെസ്ലേഴ്സിനെയാണ് വില്ലന്മാരുടെ സൈഡിലേക്ക് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് ബ്രോക്ക് ലെസ്നറിനെയും കൂടി ആഡ് ചെയ്തപ്പോൾ ഇനി ഇതിൽ ഏത് ടീം വിജയിക്കുമെന്ന തലത്തിലേക്ക് ചർച്ചകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് എൻ്റെ ഒരു ഉത്തരം പറഞ്ഞാൽ, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ബ്രോക്ക് ലെസ്നറിൻ്റെ ടീം വില്ലന്മാരുടെ ടീമായിരിക്കും ഈ ഒരു സർവൈവർ സീരീസിൽ വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു ചെറിയ ഉത്തരമേ ഉള്ളൂ. രണ്ട് മെയിൻ വേൾഡ് ചാമ്പ്യന്മാരും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോഡി റോഡ്സ് എന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനും CM Punk എന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചാമ്പ്യനെ റെസ്ലർ പിൻ ചെയ്തിട്ട് വിജയിക്കുന്നു. എന്നിട്ട് ആ റെസ്ലറിനെതിരെ ആ ഒരു പിൻ ചെയ്ത് വിജയിച്ച റെസ്ലറിന് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് പോകാൻ സാധിക്കും. അതായത് സിമ്പിളായി പറഞ്ഞാൽ കോഡി റോഡ്സിനെ ഇപ്പോൾ ബ്രോക്ക് ലെസ്നർ പിൻ ചെയ്തിട്ട് മത്സരം അവസാനിപ്പിച്ചു എന്ന് കരുതുക. അല്ലെങ്കിൽ ബ്രോൺ ബ്രേക്കർ CM Punkനെ പിൻ ചെയ്തിട്ട് മത്സരം അവസാനിപ്പിച്ചു, ബ്രോൺ ബ്രേക്കറിൻ്റെ നേതൃത്വത്തിലുള്ള വില്ലന്മാരുടെ ടീം വിജയിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ബ്രോൺ ബ്രേക്കറിന് CM Punkനെതിരെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ചോദിച്ചു വാങ്ങാൻ സാധിക്കും. അത്തരത്തിലേക്ക് അവർ ഇനി സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരമൊരു വില്ലന്മാർക്ക് അനുകൂലമായിട്ട് മത്സരം എൻഡ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന ഫാക്ടർ അത് വലിയൊരു ഫാക്ടറാണ്. ബ്രോക്ക് ലെസ്നറിനെ വലിയ സ്ട്രോങ് ആക്കിയിട്ടാണ് ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ വാർ ഗെയിംസ് പോലെ ഒരു ഹാർഡ് കോർ ലെവലിലുള്ള ഒരു മത്സരത്തിലും ബ്രോക്കിനെ അങ്ങനെ തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ
ബ്രോക്ക് ലെസ്നർ ഉള്ളത് ഒരു വിജയ സാധ്യത കൂട്ടുന്നു. എൻ്റെ അഭിപ്രായം ബ്രോക്ക് ലെസ്നറിൻ്റെ ടീമിൻ്റെ ഒപ്പമാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കോൺടെസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾ മറക്കരുത്. ജോയിൻ ചെയ്യാനും അതിൻ്റെ റൂൾസിനെ കുറിച്ച് അറിയാനും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങളെ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 നെറ്റ്ഫ്ലിക്സിലല്ലാതെ ലൈവ് കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും ആ ലിങ്ക് ലഭിക്കാൻ വേണ്ടി ഇതേ ചാനലിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. സർവൈവർ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഞായറാഴ്ച രാവിലെ 5:30 മുതൽ നവംബർ 30 നെറ്റ്ഫ്ലിക്സിൽ ലൈവ് തുടങ്ങുന്നതാണ്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.